ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ മിഥുനമാസം ആരംഭിക്കുന്നത് അത്യപൂർവമായ ഒരു ഗ്രഹനിലയിലാണ്. ആദിത്യൻ മിഥുനം 1 തിങ്കളാഴ്ച, അതായത് 2026 ജൂൺ 15 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു. മകയിരം, തിരുവാതിര, പുണർതം ഞാറ്റുവേലകളുണ്ട്. അതുപോലെ തന്നെ 1-ാം തീയതി ചാന്ദ്രമാസമായ ജ്യേഷ്ഠം ആരംഭിക്കുന്നു. ജൂൺ 29 പൗർണമിയും ജൂലൈ 14 അമാവാസിയും ഭവിക്കും. മിഥുനം 6 ചൊവ്വ ഇടവം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ബുധൻ 8 കർക്കിടകത്തിലേക്കും 23 വക്രമായി മിഥുനത്തിലേക്കും പ്രവേശിക്കും. ശുക്രൻ 20 വരെ കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങത്തിലുമാണ്. വ്യാഴം മിഥുനം രാശിയിലാണ്. 4 പുണർദത്തിൽ നിന്നും പൂയത്തിലേക്ക് സംക്രമിക്കും. ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലാണ്. രാഹു കുംഭം രാശിയിൽ ചതയത്തിലും. മിഥുനം 16 അവിട്ടം നക്ഷത്രത്തിൽ പ്രവേശിക്കും. കേതു ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ തുടരുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മിഥുന മാസത്തെ നക്ഷത്ര ഫലമാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പൊതുഫലമാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കി പ്രവചിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഫലങ്ങൾ ഈ പറഞ്ഞ പൊതുഫലങ്ങളോടൊപ്പം നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനിലയെയും അതിലുണ്ടാകുന്ന യോഗങ്ങളും അതുപോലെ നിലവിലെ ദശ അപഹാരങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഈ പൊതുഫലങ്ങളെയെല്ലാം തന്നെ ഒരു സൂചനയായി കണ്ടുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്താനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഈയൊരു നല്ല സമയങ്ങളുടെ ഗുണാനുഭവങ്ങൾ പരമാവധി നിങ്ങൾക്ക് അനുഭവിക്കുവാനും പ്രതികൂലമായ സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു മിഥുന മാസത്തിലെ രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേടരാശിക്കാരായ നിങ്ങൾക്ക് ആദിത്യ സഞ്ചാരം കഴിഞ്ഞ മാസത്തേക്കാൾ അനുകൂലമായതിനാൽ തന്നെ തൊഴിലിടത്തിൽ വളരെയധികം സ്വസ്ഥത പ്രതീക്ഷിക്കാവുന്നതാണ്. മേലധികാരികൾ നിങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകും. അതിനാൽ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായും സാഹസിക പ്രവൃത്തികളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. എന്നാൽ അമിതമായ ആവേശം അപകടങ്ങളിലേക്കും മുറിവുകളിലേക്കും നയിക്കുവാൻ ഇടയുണ്ട്. അതിനാൽ ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കുക. അതുപോലെ മിഥുന മാസത്തിൽ മേടരാശിക്കാരായ നിങ്ങൾക്ക് ദീർഘനാളായി അലട്ടുന്ന രോഗങ്ങളിൽ നിന്നും മോചനം നേടുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും കഴിയും. ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ പുതിയൊരു തലത്തിലേക്ക് കടക്കുവാൻ കഴിയുന്നതാണ്. അപ്രതീക്ഷിതമായ ധനാഗമവും ഭാഗ്യാനുഭവങ്ങളും ഈയൊരു മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ ദിവസങ്ങളെല്ലാം മിഥുന മാസത്തിൽ മാറിക്കിട്ടുന്നതാണ്. ഈയൊരു മാസം സാമ്പത്തികമായ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അവസരങ്ങൾക്കുള്ള വാതിൽ തുറക്കുന്നതിനും സഹായിക്കും. സർക്കാർ മേഖലയിൽ, പ്രത്യേകിച്ച് പോലീസ്, പട്ടാളം, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഈ മാസം തെളിയുന്നു. കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലമായി സ്ഥാനക്കയറ്റത്തിനും അംഗീകാരത്തിനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ഭൂമി ഏറ്റെടുക്കൽ, നിലവിലുള്ള സ്വത്ത് തർക്കങ്ങളുടെ സുഗമമായ പരിഹാരം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് സാമ്പത്തികമായ നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിലെ ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കുടുംബജീവിതത്തിൽ ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന കാലമാണ്. സുഹൃത്തുക്കളുടെ പിന്തുണയും
ശത്രുക്കളുടെ പരാജയമെല്ലാം തന്നെ ഈയൊരു മാസത്തിൻ്റെ വളരെ വലിയ സവിശേഷതകളാണ്. കന്നുകാലി വളർത്തൽ, കൃഷി തുടങ്ങിയ മേഖലയിലുള്ള ആളുകൾക്ക് സാമ്പത്തികമായ നേട്ടവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ കഴിയും. അതുപോലെ ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. ഈയൊരു സമയം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വളരെയധികം അനുകൂലമായ കാലമാണ്. കാരണം എന്തെന്നാൽ തന്നെ വിജയസാധ്യത ഈയൊരു മിഥുന മാസത്തിൽ വളരെയധികം കൂടുതലാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരായ നിങ്ങൾ മിഥുന മാസത്തിൽ നിങ്ങളുടെ നാൾ വരുന്ന ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഈയൊരു കാലയളവ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. രാശ്യാധിപനായ ശുക്രൻ്റെ അനുകൂലമായ സ്ഥിതി ചില നേട്ടങ്ങൾക്കും അനുകൂലമായ മാറ്റങ്ങൾക്കും വഴി തുറക്കുന്നതാണ്. മിഥുന മാസത്തിൽ വളരെയേറെ ക്ഷമയും സഹനവും ആവശ്യമായി നിങ്ങൾക്ക് വന്നേക്കും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ വർദ്ധിച്ചേക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായി കാണാം. എന്നാൽ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുമ്പോൾ മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ യാത്രകൾ നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിലും അവ സാമ്പത്തികമായി യാതൊരു രീതിയിലും പ്രയോജനം ചെയ്യില്ല എന്നു മാത്രവുമല്ല, ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ തൊഴിലിനനുസരിച്ചുള്ള വേതനം ലഭിക്കാതെ വരുന്നത് മനോവിഷമത്തിന് കാരണമാകും. അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളുമായും സുഹൃത്തുക്കളുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹത്തിൽ കലാശിക്കുവാനും സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങൾ ആരംഭിക്കുമ്പോൾ വിവേകപൂർവം വിട്ടുകൊടുക്കുകയോ രമ്യതയിൽ സംസാരിക്കുവാനോ ശ്രമിച്ചാൽ വലിയ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള കാലമാണ്. അതിനാൽ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അമിതമായ ആഡംബരങ്ങൾക്കും ധൂർത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ഈയൊരു മിഥുന മാസത്തിൽ കാരണമാകും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഉന്നത വ്യക്തികളെ പരിചയപ്പെടുവാനും അവരുടെ പിന്തുണ നേടുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ അർഹമായ തൊഴിൽ ലഭിക്കാതെ വരുന്നതും കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വരുന്നതും ഈയൊരു സമയത്തെ വെല്ലുവിളികളായി മാറുന്നതാണ്. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. ഭാര്യയുടെ ആരോഗ്യസ്ഥിതി മോശമാകുവാനും ത്വക്ക് രോഗങ്ങൾ, തലവേദന, വ്യാപാര നഷ്ടം തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം. ഈയൊരു സമയത്ത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. മിഥുന മാസത്തിൽ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ നിങ്ങളുടെ നാൾ വരുന്ന ദിവസത്തിലും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉചിതമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം സൂര്യൻ, ബുധൻ, ശുക്രൻ, ഗുളികൻ എന്നീ 4 ഗ്രഹങ്ങളുടെ സാന്നിധ്യം കാരണം ചില അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ബുധൻ മിഥുനത്തിൽ സ്ഥിതി ചെയ്യുന്നത് സംസാരത്തിൽ അധിഷ്ഠിതമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് അധ്യാപകർ, വക്കീലുകൾ, എഴുത്തുകാർ എന്നീ ആളുകൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജാതകത്തിൽ ശുക്രൻ മിഥുനത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾക്ക് പ്രണയവിവാഹം നടക്കുവാനിടയുണ്ട്. എന്നാൽ ചിലർക്ക് പുനർവിവാഹ യോഗവും കാണുന്നു. കലാകാരന്മാർക്കും അഭിഭാഷകർക്കും ഈയൊരു മാസം സാമ്പത്തികമായി വളരെയധികം നേട്ടവും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. ഈയൊരു മാസം വളരെയേറെ പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരു കാലം കൂടിയായിരിക്കും. തൊഴിൽ മേഖലയിൽ ദൂരയാത്രകൾ അനിവാര്യമായി വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഈ യാത്രകൾ ക്ലേശകരമായ അനുഭവങ്ങൾ സമ്മാനിക്കും. യാത്രാ ക്ലേശങ്ങൾക്കൊപ്പം ഉഷ്ണരോഗങ്ങൾ, ശരീരക്ഷീണം,
ഹൃദ്രോഗം, ത്വക്കുരോഗം, നേത്രരോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. അതിനാൽ ഇത്തരം രോഗമുള്ള ആളുകൾ കൃത്യസമയങ്ങളിൽ വൈദ്യപരിശോധന നടത്തി ആരോഗ്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അവഗണിച്ചാൽ നിങ്ങൾക്കൊരുപക്ഷേ വളരെ വലിയ ബുദ്ധിമുട്ടായി ഭാവിയിൽ മാറുന്നതാണ്. അതുപോലെ ക്രമം തെറ്റിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ താല്പര്യം കുറവ് എന്നിവ അനുഭവപ്പെടും. അതുപോലെ കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളും കടബാധ്യതയും നേരിടേണ്ടി വരും. കുടുംബത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ ഉടലെടുക്കുവാനും സാധ്യതയുള്ള കാലമാണ്. അനാവശ്യമായ കോപവും വൈകാരികമായ പ്രകടനങ്ങളും കുടുംബ അംഗങ്ങളുമായും നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുവാൻ ഇടയുള്ള കാലമാണ്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തുക. അപകടങ്ങൾ, മുറിവുകൾ, ചതവുകൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങൾക്ക് ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രണയബന്ധങ്ങളിൽ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയും ഈ സമയം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം പോലുള്ള ആഗ്രഹങ്ങൾ സഫലമാകും. കൂടാതെ വളരെ കാലമായി തീരാതെ കിടന്നിരുന്ന ഒരു കേസിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. ഈയൊരു കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ധൈര്യവും സഹിഷ്ണുതയും വളരെയധികം അനിവാര്യമാണ്. ഈയൊരു മിഥുന മാസത്തിൽ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ജന്മനാൾ വരുന്ന ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. ജാതകപ്രകാരം ബുധൻ പ്രതികൂല സ്ഥാനത്താണെങ്കിൽ ഈ മിഥുനമാസത്തിൽ വളരെയധികം അപമാനം അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നഷ്ടസ്ഥാനത്തിലുള്ള ശുക്രൻ ഗുണകരമായ ഫലങ്ങൾ നൽകിയേക്കുമെങ്കിലും പുരുഷന്മാർക്ക് ബിസിനസ്സിൽ പരാജയം, അന്യസ്ത്രീ ബന്ധം മൂലമുള്ള സാമ്പത്തിക നഷ്ടം, മാനഹാനി എന്നിവയുണ്ടാക്കും. അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ജാഗ്രതയും വിവേകവും അനിവാര്യമായ സമയമാണ്. മിഥുന മാസത്തിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക വെല്ലുവിളികളും വന്നുചേരും. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൃത്യമായി പരിശോധിക്കുകയും അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തിലും നിയന്ത്രണം വേണം. വിവിധ തരത്തിലുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ വന്നുചേരും. ചില ആലോചനയില്ലാത്ത എടുത്തുചാട്ടങ്ങൾ, തീരുമാനങ്ങളെല്ലാം തന്നെ ദീർഘകാലത്തേക്ക് ദോഷം ചെയ്തെന്നു വരാം. അതിനാൽ തന്നെ നിങ്ങളുടെ ഓരോ ചുവടും വളരെയധികം ശ്രദ്ധിച്ചും വിലയിരുത്തിയും ചെയ്യുക. അതുപോലെ തന്നെ ഈയൊരു മാസം നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉദയം ചെയ്യും. വൈകാരികമായി ചാഞ്ചല്യപ്പെടുന്ന സമയങ്ങളിൽ വാക്കുകൾ മൂർച്ചയുള്ളതാകുവാനും അത് ബന്ധങ്ങളെ ബാധിക്കുവാനും ഇടയുണ്ട്. ഹൃദ്രോഗം, നാഡീരോഗം തുടങ്ങിയ വിട്ടുമാറാത്ത അസുഖങ്ങൾക്ക് ചികിത്സയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ബന്ധുക്കളുടെ വിയോഗമുണ്ടാകുവാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വിലപ്പെട്ട ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുക. കൂടാതെ ദീർഘകാലമായി നിലനിന്നിരുന്ന വിവാഹാലോചനകൾക്ക് അനുകൂലമായ ഫലം വന്നു ചേരും. അതുപോലെ തന്നെ കേസു വഴക്കുകളിൽ നിരപരാധിത്വം തെളിയിക്കുവാനും അതുവഴി അഴിമതി ആരോപണങ്ങളിൽ നിന്നും മോചനം നേടുവാനും കഴിയുന്നതാണ്. എന്നിരുന്നാലും വിദേശവാസം, തൊഴിൽ സ്ഥലത്തെ മാറ്റങ്ങൾ, കാര്യതടസ്സം, സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബത്തിൽ തർക്കങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഈ പ്രതിസന്ധികളെയെല്ലാം തന്നെ സമചിത്തതയോടെ നേരിടുന്നതിലൂടെ വിജയം കൈവരിക്കുവാനും പുതിയ അവസരങ്ങൾ തേടുവാനും സാധിക്കുന്നതാണ്. ഈയൊരു മിഥുന മാസത്തിൽ പുണർതം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ നാൾ വരുന്ന ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെയധികം ഉചിതമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ലാഭസ്ഥാനത്തുള്ള ബുധനും ശുക്രനും ഈയൊരു മാസം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കലയിലും വിദ്യയിലും അസാധാരണമായ കഴിവുകളിലും ഉയർന്ന നിലവാരവും പ്രദാനം ചെയ്യും.
അവരുടെ ജീവിതം വളരെയധികം സമൃദ്ധവും വിജയകരമാവുകയും ചെയ്യുന്നതാണ്. വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി അവസരങ്ങൾ തേടുന്ന ആളുകൾക്ക് ഈയൊരു മാസം അനുകൂലമായവ വന്നു ചേരും. പഠനത്തിനായി ശ്രമിക്കുന്ന ആളുകൾക്ക് മികച്ച സ്കോളർഷിപ്പും സാമ്പത്തികമായ സഹായങ്ങളും ലഭിക്കുവാൻ യോഗമുള്ള കാലമാണ്. തൊഴിൽ മേഖലയിൽ നിലവിലുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്നും ആകർഷകമായ ഓഫറുകൾ ലഭിക്കുവാനും ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തീർത്ഥാടനത്തിനു വിനോദയാത്രയ്ക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉദയം ചെയ്യുന്നതാണ്. ഇത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സ്നേഹവും പിന്തുണയും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. അതുപോലെ വ്യാപാര മേഖലയിൽ സാമ്പത്തികമായി പുത്തൻ അവസരങ്ങൾ വന്നു ചേരുന്നതിനാൽ വ്യാപാരികൾക്കും സംരംഭകർക്കും ഈയൊരു മാസം വളരെയധികം അനുകൂലമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഈയൊരു മാസം വളരെയധികം അനുയോജ്യമാണ്. ഭക്ഷണസുഖം, കുടുംബസുഖം, രോഗശാന്തി, മനസുഖം, വാഹനഭാഗ്യം, ആഭരണങ്ങൾ പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വർധനവ് എന്നിവയും ഈയൊരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഈയൊരു മാസം തുടങ്ങി വയ്ക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലാഭത്തിൽ കലാശിക്കുന്നതാണ്. സർക്കാർ സംബന്ധമായ വായ്പകൾക്കും മറ്റും ആനുകൂല്യങ്ങൾക്കും അപേക്ഷിച്ച ആളുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിഭാഷകർക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും അംഗീകാരം നേടുവാനും കഴിയും. യന്ത്ര സാമഗ്രികൾ, സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈയൊരു മിഥുന മാസത്തിൽ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകരായ നിങ്ങളുടെ നാൾ വരുന്ന ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നി രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു മാസം കേതുവിൻ്റെയും ചന്ദ്രൻ്റെയും സാന്നിധ്യം ചില വെല്ലുവിളികൾ ഉയർത്തും. അതായത് അപ്രതീക്ഷിതമായ വീഴ്ചകളോ ചെറിയ പരിക്കുകളോ ഉണ്ടായേക്കാം. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിലും വിദേശ തൊഴിലവസരങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മികച്ച ഫലങ്ങൾ സമ്മാനിക്കും. വിദേശത്തുള്ള തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്ന കാലമാണ്. ഈയൊരു മിഥുന മാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. സ്കോളർഷിപ്പുകൾ, ഗവേഷണ പദ്ധതികൾ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള അഡ്മിഷൻ എന്നിവ പോലുള്ള സാധ്യമാകുന്ന കാലമാണ്. ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ്സിലെ പുരോഗതി, കുടുംബത്തിലെ സന്തോഷം, പുതിയ വീട് വാങ്ങുവാനുള്ള യോഗം, തൊഴിൽ മേഖലയിലെ വിജയം, വിദേശവാസം, ദാമ്പത്യ ഐക്യം, വിവാഹം, ആഭരണങ്ങൾ സ്വന്തമാക്കൽ, കീർത്തി, ബന്ധുക്കളുടെ സ്നേഹം, നിയമപരമായ തർക്കങ്ങളിലെ വിജയം എന്നിവയെല്ലാം ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങളാണ്. സർക്കാർ തലത്തിൽ നടന്ന പരീക്ഷകളിൽ പങ്കെടുത്തവർക്ക് ഈയൊരു മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാത്തിരുന്ന നിയമന ഉത്തരവുകൾ ലഭിക്കുവാനും സർക്കാർ സേവനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവുമുണ്ട്. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും വർദ്ധിക്കും. ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സ്വരച്ചേർച്ചയോടെ മുന്നോട്ട് പോകുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരം നേടുന്നതിനും മികച്ച അവസരങ്ങൾ വന്നു ചേരും. പൊതുവെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഫലമാക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ യുക്തിചിന്ത പരീക്ഷിക്കാതെ ന്യായമായ കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നേടിയെടുക്കുവാൻ ശ്രമിക്കുക. അതുപോലെ പിതൃസ്വത്ത് ലഭിക്കുകയോ കുടുംബപരമായ സ്വത്തുക്കൾ വീതിക്കുകയോ ചെയ്തേക്കാം.
അഭിഭാഷകർ, പത്രപ്രവർത്തകർ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും പ്രശസ്തി നേടുവാനും അവസരം ലഭിക്കും. ഈയൊരു കാലഘട്ടം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനും വളരെയധികം അനുകൂലമാണ്. ഈയൊരു മിഥുന മാസം ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ നാൾ വരുന്ന ദിവസങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈയൊരു മാസം ജാതകത്തിൽ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് വഴി നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാലഘട്ടമായിരിക്കും. ഇത് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തുവാനും കഴിയും. കൂടാതെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും അനുകൂല സമയമാണ്. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അവരിലൂടെ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈയൊരു മാസം ആത്മീയ ചിന്തകൾക്കും പുണ്യകർമ്മങ്ങൾക്കും പ്രാധാന്യം കൈവരുന്നതാണ്. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകൾക്കും മറ്റും അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ അമിതമായ കോപവും വൈകാരിക പ്രകടനങ്ങളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സംയമനം പാലിക്കുകയും ക്ഷമ കൈവിടാതിരിക്കുകയും ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളുടെ ബന്ധുക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ വിയോഗം പോലുള്ള വേർപാടുകൾ ഉണ്ടാകുവാനും അതിൻ്റെ ഫലമായി ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുവാനും ഇടയുള്ള കാലമാണ്. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അവ മാനഹാനിക്കും സാമ്പത്തികമായ നഷ്ടത്തിനും കാരണമായേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടി വന്നേക്കാം. വരവിൽ കവിഞ്ഞ ചെലവ്, സാമ്പത്തികമായ തർക്കങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കാം. രാത്രി കാലങ്ങളിൽ യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. ദൂരയാത്രകൾ ആവശ്യമായി വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ ക്ലേശകരമായി മാറുവാനും ഇടയുള്ള കാലമാണ്. എന്നാൽ കല, കായികം, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധയും കരുതലും ഈയൊരു മാസം ആവശ്യമാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകരുടെ ഇടപെടൽ കാരണം അപവാദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് സംഭവബഹുലമായ ഒരു മാസമാണ്. മിഥുന മാസത്തിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരുടെ നാൾ വരുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഭാഗ്യം നിങ്ങളെ വളരെയധികം തുണയ്ക്കുന്ന ഒരു അവസരമായതിനാൽ അവസരങ്ങൾ മുതലെടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. മിഥുന മാസത്തിൽ സാഹസിക പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും താല്പര്യം വർദ്ധിക്കും. അതുപോലെ പരോപകാര തൽപരതയിൽ താല്പര്യം വർദ്ധിക്കുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിൽ മേഖലയിൽ വളരെ വലിയ വിജയം കൈവരിക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തുന്നതാണ്. വിദേശത്തേക്ക് സ്ഥിര താമസമാക്കുവാനും ഭാഗ്യമുള്ള കാലമാണ്. ജാതകത്തിൽ 8ാം ഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്ന ചിലർക്ക് അപ്രതീക്ഷിതമായ ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം ശക്തമാകുകയും നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യമായ തരത്തിലുള്ള പ്രസിദ്ധി നേടുകയും ചെയ്യുന്നതാണ്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങളുടെ കൃതികൾ വായനക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടുന്നതാണ്. സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുകയും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. തൊഴിൽ തേടുന്നവർക്ക്, അതായത് പട്ടാളം, പോലീസ്, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരം ലഭിക്കുന്നതാണ്.
ഭൂമി വാങ്ങുവാനുള്ള അവസരം, കൃഷിയിലെ ലാഭം, നിയമപരമായ തർക്കങ്ങളിലെ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. പല പ്രശസ്ത വ്യക്തികളുമായി പരിചയപ്പെടുവാനും അവരുടെ പിന്തുണ നേടുവാനുമുള്ള അവസരമുണ്ടാകും. വാഹനം വാങ്ങുന്നതിനും അതുമൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുമുള്ള യോഗമുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗവും കാണുന്നു. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും പ്രീതിയും അനുഗ്രഹവും ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങൾ ചെയ്യുവാനും അതുവഴി നിങ്ങളുടെ കീർത്തി വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്. എന്നാൽ ജാതകത്തിൽ 8-ൽ നിൽക്കുന്ന ശുക്രൻ ചിലർക്ക് ദോഷഫലങ്ങൾ സമ്മാനിക്കും. അന്യസ്ത്രീ ബന്ധം, ധനനഷ്ടം, കടബാധ്യത, ജപ്തി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ചിലരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും വേർപിരിയൽ വരെ ഉണ്ടാക്കുവാനും ഇടയുള്ള കാലമാണ്. ഈയൊരു മിഥുന മാസത്തിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ജന്മനാൾ വരുന്ന ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ജാതകത്തിൽ മിഥുനത്തിൽ ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്നവർക്ക് ഈയൊരു മിഥുന മാസത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സൗന്ദര്യവും സമ്പത്തും ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം കുടുംബത്തെക്കാൾ ഉയർന്ന സാമ്പത്തികമായും സാമൂഹികമായുള്ള പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയെ കിട്ടുന്നതാണ്. ഈയൊരു ബന്ധം വ്യക്തിപരമായ നിങ്ങളുടെ വളർച്ചയ്ക്കും സാമൂഹ്യമായ അംഗീകാരത്തിനും വഴിയൊരുക്കുന്നതാണ്. ഈ മിഥുന മാസത്തിൽ അവിവാഹിതർക്ക് വിവാഹാലോചനകൾ സജീവമാകുന്ന കാലമാണ്. എന്നാൽ വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് ചില നിസ്സാര കാരണങ്ങളാൽ മുടങ്ങിപ്പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാകില്ല. വിവാഹം മാത്രമല്ല, ജീവിതത്തിൻ്റെ പല മേഖലകളിലും തടസ്സങ്ങളും കാലതാമസങ്ങളും നേരിടേണ്ടി വരും. നിങ്ങൾക്ക് ക്ഷമയും സഹിഷ്ണുതയും ഈ ഒരു സമയത്ത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. വിവാഹിതരായവർക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മോശമാക്കുകയോ അകന്ന് കഴിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്യും. സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം, അപവാദങ്ങൾ, മാനസികമായ വിഷമം എന്നിവ അനുഭവിക്കേണ്ടി വരും. കുടുംബത്തിൽ, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായും മക്കളുമായുള്ള ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനും ഇടയുള്ള കാലമാണ്. തുറന്ന സംഭാഷണത്തിലൂടെയും പരസ്പര ധാരണയിലൂടെയും ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കേണ്ടതാണ്. ഈയൊരു സമയത്ത് ഇടയ്ക്കിടെ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് ഈ യാത്രകൾ ക്ലേശകരമാകുവാനും ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുവാനും ഇടയുള്ളതാണ്. അതിനാൽ തന്നെ എല്ലാവിധ കാര്യങ്ങളിലും ജാഗ്രത വേണം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വിദേശവാസത്തിനുള്ള സാധ്യത തെളിയും. അവരുടെ അറിവും അനുഭവങ്ങളും വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കുവാനുള്ള സമയം കൂടിയാണ്. നൃത്തം, സംഗീതം തുടങ്ങിയ കലാപ്രവർത്തനങ്ങളിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും പ്രശസ്തി നേടുവാനും കഴിയുന്നതാണ്. ജാതകത്തിൽ മിഥുനത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നവർക്ക് ചിത്രകലയിലും ശില്പനിർമ്മാണത്തിലും അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ ജാതകത്തിൽ ബുധൻ ദുർബലനായിരിക്കുന്ന ആളുകൾക്ക് ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്താനോൽപാദനത്തിലെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ തന്നെ നിങ്ങളൊരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. മിഥുന മാസത്തിൽ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്ര ജാതകരുടെ നാൾ വരുന്ന ദിവസങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഈയൊരു മിഥുന മാസത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സമ്മാനിക്കുന്ന സമയമാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾ, പിതൃസ്വത്ത് ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ ഇവയെല്ലാം തന്നെ അനുഭവപ്പെടാം. സ്ത്രീകൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടം, അപകീർത്തി, അമിതമായ വ്യയം എന്നിവയും സംഭവിക്കും. ഈയൊരു മാസം നിങ്ങൾക്ക് ശത്രുക്കളുടെ മേൽ വിജയവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള സാധ്യതകളും തെളിയുന്നുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം, ജാമ്യം നിൽക്കൽ, കടം കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹികമായും വളരെയധികം പ്രതികൂല ഫലങ്ങൾ സമ്മാനിക്കും. രക്തസംബന്ധമായി അസുഖങ്ങൾ ഉള്ളവർ കൂടുതലും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട കാലമാണ്.
നിലവിലുള്ള രോഗങ്ങൾ മൂർച്ഛിക്കുവാനും സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. സന്താനങ്ങൾ മൂലമുള്ള അനുഗ്രഹങ്ങളും ഈയൊരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചിലർക്ക് അപരിചിതരിൽ നിന്നും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളോ അനുഭവങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ തന്നെ പുതിയ ആളുകളുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ചിലപ്പോൾ അരുതാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും പ്രലോഭനങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. എന്നാൽ ഇത്തരം പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാലതാമസം വേണ്ടിവരും. വരുമാനത്തിൽ കുറവ് വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാകില്ല. മരണഭയം, ദുസ്വപ്നങ്ങൾ എന്നിവ മൂലം മാനസികമായ സമ്മർദ്ദങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയുള്ള സമയമാണ്. വാഗ്വാദങ്ങളിൽ നിന്നും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ചിലർക്ക് ഉയർന്ന സ്ഥാനലബ്ധി, സാമ്പത്തിക നേട്ടം, ലോട്ടറി ഭാഗ്യം, ആരോഗ്യം വർദ്ധിക്കൽ തുടങ്ങിയ അനുകൂല ഫലങ്ങളും ഈയൊരു സമയത്ത് അനുഭവപ്പെടാം. മിഥുന മാസത്തിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ നാൾ വരുന്ന ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയുന്നതും വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഉചിതമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജാതകത്തിൽ ബുധനും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നവർക്ക് ഈയൊരു മിഥുനമാസത്തിൽ വളരെയധികം അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മന്ത്രതന്ത്രങ്ങളിൽ അഭിരുചിയുള്ളവർ, തന്ത്രികൾ, പൂജാരികൾ, കലാകാരന്മാർ എന്നിവർക്ക് ഈയൊരു സമയം ഏറെ അനുകൂലമാണ്. കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുവാനും കലാസൃഷ്ടികൾക്ക് അംഗീകാരം നേടുവാനും സാധിക്കും. ആധ്യാത്മിക ചിന്തകൾ, മതപരമായ കർമ്മങ്ങൾക്കും പ്രാധാന്യം കൈവരും. ഈയൊരു സമയം ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കും. എന്നാൽ ഈ മാസം ചീട്ടുകളി, ചൂതുകളി, പന്തയം തുടങ്ങിയവയിൽ താൽപ്പര്യം വർദ്ധിച്ചേക്കാം. ഇവ സാമ്പത്തിക നഷ്ടത്തിനും കേസുവഴക്കുകൾക്കും കാരണമാകുവാനിടയുണ്ട്. അതിനാൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ സഹജീവികളോടുള്ള അനുകമ്പ വർദ്ധിക്കുന്നതിനുള്ള ഒരു സമയമാണ്. അഭയം തേടിവരുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. മാതാവിൽ നിന്നുള്ള പിന്തുണയും അനുഗ്രഹവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും സമാധാന അന്തരീക്ഷവും നിലനിൽക്കും. ബന്ധുക്കളുമായും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. ചിലർക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും കൈവരുന്നതാണ്. ചിലർക്ക് കാർഷിക മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ചിലർക്ക് ബന്ധുക്കളുമായോ ജീവിത പങ്കാളിയുമായുള്ള ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. സന്താനങ്ങളുടെ കാര്യത്തിലും ചില ആശങ്കകൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. മരണഭയം, അപമാനം, മാനസികമായ സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾ ചിലരെ അലട്ടുവാനിടയുണ്ട്. അന്യസ്ത്രീ ബന്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് കരണീയം. അല്ലെങ്കിൽ ഇത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ ചികിത്സ തേടേണ്ടതാണ്. ചെറിയ വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും അവ മുതലെടുക്കുവാൻ കഴിയുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും സ്കോളർഷിപ്പുകൾ നേടുവാനും സാധിക്കും. മാതാപിതാക്കൾ മക്കളുടെ വളർച്ചയിൽ അഭിമാനം കൊള്ളും. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈയൊരു മിഥുന മാസത്തിൽ അവിട്ടം, ചതയം, പോരുരുട്ടാതി നക്ഷത്ര ജാതകരായ ജന്മനാൾ വരുന്ന ദിവസങ്ങളിലും അനുജന്മ നക്ഷത്ര ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ജാതകത്തിൽ മിഥുനത്തിൽ ബുധനും ശുക്രനും ഒന്നിച്ച് നിൽക്കുന്നവർക്ക് ഈയൊരു മിഥുന മാസത്തിൽ അസാമാന്യ ബുദ്ധിശക്തിയും സ്വർഗാത്മകതയും പ്രദാനം ചെയ്യും. ഗണിതം, ജ്യോതിഷം തുടങ്ങിയ മേഖലകളിൽ വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയുന്നതാണ്. ശുക്രൻ്റെ സ്വാധീനം കാരണം വീട്, വാഹനം, ഭൂമി, മാതൃസഹായം, സാമ്പത്തികമായി അഭിവൃദ്ധി എന്നിവയും നിങ്ങളുടെ ജീവിതത്തിൽ
അനുഭവത്തിൽ വന്നു ചേരും. ഈ മാസം ആലോചനകളിലും തീരുമാനങ്ങളിലും കൂടുതൽ ശ്രദ്ധയും വിവേകവും പുലർത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം ചിന്താശൂന്യമായ പ്രവൃത്തികൾ വലിയ ദോഷങ്ങളിലേക്ക് നയിച്ചേക്കാം. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം കൂടി ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അവരുടെ അസുഖങ്ങളോ അപ്രതീക്ഷിത സംഭവങ്ങളോ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുവാൻ ഇടയുള്ള കാലമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുമെങ്കിലും ഷെയർ മാർക്കറ്റിലോ ഭാഗ്യക്കുറയിലോ നിക്ഷേപിക്കുന്നത് അപ്രതീക്ഷിതമായ ധനലാഭം നേടിത്തരുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം, അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ ഏർപ്പെടുന്നതെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആരോഗ്യ കാര്യങ്ങളിൽ തികച്ചും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഹൃദ്രോഗം, വാതരോഗം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ത്രീകളോടുള്ള അമിതമായ താല്പര്യം മാനഹാനിക്കും സാമ്പത്തികമായ നഷ്ടത്തിനും കാരണമാകുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ബന്ധങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുക. ഇത്തരം പ്രവൃത്തികൾ മൂലം ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ബാധിക്കുന്നതാണ്. എന്നിരുന്നാലും ജാതകത്തിൽ മിഥുനത്തിൽ ബുധൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചിലർക്ക് വാഹനഭാഗ്യം, സൽസന്താന ഭാഗ്യം, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അവർക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതി, നല്ല വിവാഹബന്ധം, മാതാവിൻ്റെ പിന്തുണ, ഭൂമി ലാഭം, സാമ്പത്തിക ലാഭം, ദാമ്പത്യ ഐക്യം, സംസാരത്തിൽ അധിഷ്ഠിതമായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വലിയ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ പൊതുവായുള്ള അഭിവൃദ്ധി ഉണ്ടാകും. അഭിഭാഷകർക്കും സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഭാഗ്യമുണ്ട്. സമൂഹത്തിൽ അംഗീകാരവും ആദരവും നിങ്ങൾക്ക് വന്നു ചേരും. ഈയൊരു ജാതകത്തിൽ ബുധൻ പ്രതികൂല സ്ഥാനത്തുള്ളവർക്ക് പുനർവിവാഹ സാധ്യതയോ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. അതിനാൽ തന്നെ ഈയൊരു കാലയളവിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. ആവശ്യമെങ്കിൽ ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നതും വളരെയധികം ഗുണകരമാണ്. ഈയൊരു മിഥുന മാസത്തിൽ പോരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ദിവസങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ കഴിവിനാൽ വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.